വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കണ്ടിന്യൂറ്റിയുടെ പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ്. ഫംഗ്ഷൻ ഈസ് നൗ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. Then f is x equal to a in the definition. Function is not defined at x equal to a. Three cases arises. First case, limit x tends to a, f of x not equal to f of a. Function f is not continuous at x equal to a. Continuous at x equal to a. This type of discontinuity is removed discontinuity. Then another limit x tend to a, f of x does not exist. Does not exist. Either limit x tend to a minus f of x does not exist, or limit x tend to a plus f of x does not exist, or both limit exist. Limit x tend to a minus f of x not equal to limit x tend to a plus f of x. Third case is if f of x is not defined at x equal to a. There are three cases. F is not continuous at x equal to a. Then is called not continuous means f is discontinuous at this point at x equal to a. Then we should discuss the problem. Find all points of discontinuity of f. Find all points of discontinuity of f. Find all points of discontinuity of f. Meaning that f of x equal to 2x plus 3 if x less than or equal to 2, equal to 2x minus 3 if x greater than 2. ഇങ്ങനെ എടുത്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 2x പ്ലസ് 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന എല്ലാ കേസിലും ഫംഗ്ഷൻ്റെ വാല്യൂ 2x പ്ലസ് 3, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 2x മൈനസ് 3. അപ്പോൾ 2 എന്ന് പറയുന്നത് നമുക്ക് റിയൽ ലൈനിൽ മാർക്ക് ചെയ്താൽ 2 എന്ന് പറയുന്ന പോയിന്റ് റിയൽ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ 2വിൻ്റെ ലെഫ്റ്റ് സൈഡിലെ എല്ലാ പോയിന്റിലും 2വിലും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. 2വിൻ്റെ റൈറ്റ് സൈഡ് 2വിൻ്റെ റൈറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ 2വിൻ്റെ റൈറ്റ് സൈഡിലെ എല്ലാ പോയിന്റിൻ്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം f is defined at every point in the real line ഉള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ ആ ഓപ്ഷൻ ആ പോയിന്റ് മുഴുവനായി എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 2 ഉൾപ്പെടുന്നുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറഞ്ഞാൽ 2വിൻ്റെ റൈറ്റ് സൈഡിലെ എല്ലാ പോയിന്റും ഉൾപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ റിയൽ ലൈനിലുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഫംഗ്ഷൻ്റെ ഡൊമൈൻ ഡിഫൈൻഡ് ആണോ, ആ പോയിന്റ്സിൽ എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ ഡൊമൈൻ ഡിഫൈൻഡ് ആണോ എന്ന് പരിശോധിച്ച ശേഷം ഡിഫൈൻഡ് ആകുന്നിടത്ത് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ എക്സ് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല, അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇപ്പോൾ ഇവിടെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, അതുകൊണ്ട് എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം 3 കേസസ് ആണ് വരുന്നത്. കേസ് വൺ ഇപ്പോൾ 2 എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ജനറലായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ലെറ്റ് സി ഈസ് എനി പോയിന്റ് ഇൻ ദിസ് റിയൽ ലൈൻ. റിയൽ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റാണ് സി എന്ന് എടുക്കുക. ലെറ്റ് സി ബി എനി പോയിന്റ് ഇൻ ദി റിയൽ ലൈൻ. C is any point in the real line. C is any point real line ഏതെങ്കിലും ഒരു പോയിന്റാണ്. ഫസ്റ്റ് കേസ് C less than 2. C less than 2 ആവുന്ന കേസ് എന്ന് പറയുമ്പോൾ x less than 2 ആവുന്ന അതേ കേസ് തന്നെ എടുക്കുക. അവിടെ f of x എന്താണോ അവിടെ കൊടുക്കണം. അപ്പോൾ ഈ കേസിൽ C ലെസ് ദാൻ 2 ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഡെഫിനിഷൻ ഉപയോഗിക്കുക. ഒരു പോയിന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും ലിമിറ്റ് എക്സ് ടെൻഡ് എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഫംഗ്ഷൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് എങ്കിൽ ലിമിറ്റ് എക്സ് ടെൻഡ് എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ എഫ് ഓഫ് എയോട് ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് അറ്റ് ദാറ്റ് പോയിന്റ് എയിൽ ഈക്വൽ ആയിരിക്കണം.
അപ്പോൾ ഇവിടെ അതേ ഡെഫിനിഷൻ ബേസ് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു സി എഫ് ഓഫ് എക്സ് കാണുന്നു ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു സി. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ടെൻ ടു സി, ഇവിടെ സി ലെസ് ദാൻ 2 ആണ് കേസ്. അതായത് എക്സ് ലെസ് ദാൻ 2 ആകുന്ന എഫ് ഓഫ് എക്സ് തന്നെ ഇവിടെ എഴുതണം. അപ്പോൾ അതായത് 2x + 3 എന്ന് എഴുതണം. എന്നിട്ട് എക്സ് ടെൻ ടു സി ആണ്, എക്സ് അപ്രോച്ചസ് ടു സി. എക്സിന് പകരം ഇവിടെ നമ്മൾ സി എന്നങ്ങ് കൊടുക്കുക. പക്ഷേ എക്സ് അപ്രോച്ചസ് ടു സി എന്ന് പറഞ്ഞാൽ എക്സ് ഒരിക്കലും സി എന്ന് പറയുന്ന കറക്റ്റ് വാല്യൂ എടുക്കില്ല. പക്ഷേ നമ്മുടെ ഒരു അപ്രോക്സിമേഷന് വേണ്ടി, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മളെപ്പോഴും ഇങ്ങനെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് എക്സിന് പകരം ആ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ 2c + 3 എന്ന് കിട്ടും. ഇനി അവിടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു എന്ന് എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2, അവിടെ 2x + 3 എന്നായിരുന്നു തന്നിരുന്നത്. ഇനി അവിടെ ഏത് പോയിന്റിലാണ്? സി എന്ന് പറയുന്ന പോയിന്റിലാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന പോയിന്റ് സി ആണ്. അപ്പോൾ എഫ് ഓഫ് സി എന്ന് വരും 2c + 3. അപ്പം ലിമിറ്റിൻ്റെ വാല്യൂ, ഫംഗ്ഷൻ്റെ വാല്യൂ ആ പോയിന്റിലെ സി പോയിന്റ് ഇൻ ദി സ്കെയിലിലെ ഏതെങ്കിലും ഒരു പോയിന്റാണ് അവിടെ സി ലെസ് ദാൻ 2 ആകുന്ന കേസാണ് എടുത്തത്. ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സിയോട് ഈക്വലാണ്. അപ്പം നമുക്ക് എഴുതാം limit x tend to c f of x equal to f of c. Limit x tend to c f of x equal to f of c. And our function is continuous at every point. F is continuous at all points, at all points at which at all points at which x less than 2. x less than 2 എന്ന എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കേസ് 2 എക്സ് ലെസ് ദാൻ 2ൽ മാത്രമേ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തുള്ളൂ. അടുത്ത ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2ൽ ചെക്ക് ചെയ്യും. അടുത്ത എക്സ് ഗ്രേറ്റർ ദാൻ 2ൽ. അങ്ങനെ 3 കേസസ് ആണ് ഉള്ളത്. കേസ് 2 x equal to 2 എന്ന് പറഞ്ഞാൽ സി ഈസ് എനി റിയൽ നമ്പർ എന്നാണ്. അപ്പോൾ സി ഈസ് ഇക്വൽ ടു x equal to c is any real number. ഇവിടെ c പർട്ടിക്കുലർ വാല്യൂ ആയതുകൊണ്ട് 2c is equal to 2, x equal to 2. അതേത് തന്നെ അവിടെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻ ടു 2 മൈനസ് എഫ് ഓഫ് എക്സും കാണണം. 2ൻ്റെ കേസിൽ 2ൻ്റെ ലെസ് ദാൻ ലിമിറ്റും കാണണം, 2ൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം. അപ്പോൾ എക്സ് ടെൻ ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻ ടു 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യും, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2നോട് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താകുമെന്നാണ് നോക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻ ടു 2, എക്സ് ലെസ് ദാൻ 2 ആകുന്ന എഫ് ഓഫ് എക്സ് ഏതാണ്? 2x + 3. അപ്പം 2 × 2 + 3 ഈക്വൽ ടു 7. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 7 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി 2ൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻ ടു 2 + എഫ് ഓഫ് എക്സ് കാണുമ്പം മീൻസ് എക്സ് ടെൻ ടു 2 പ്ലസ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് 2ൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് 2നോട് അപ്രോച്ച് ചെയ്യുന്നു. എക്സ് അപ്രോച്ചസ് ടു 2 ഫ്രം റൈറ്റ് ഹാൻഡ് സൈഡ്. ഇവിടെ എക്സ് ടെൻ ടു 2 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുന്ന എഫ് ഓഫ് എക്സ് കൊടുക്കണം. 2x - 3. Put x equal to 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 2 - 3. 2 × 2 - 3 is equal to 4 - 3 is equal to 1. ഇവിടെ നമ്മൾ പറഞ്ഞ കേസ് രണ്ടാമത്തെ കേസ് ഡിസ്കണ്ടിന്യൂറ്റി ആകുന്ന രണ്ടാമത്തെ കേസ് പറഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അപ്പോൾ ഇവിടെ c = 2 ഇതല്ലേ, അല്ലെങ്കിൽ x = 2 പറയുന്ന പോയിന്റ് ഫംഗ്ഷൻ എന്താകുന്നു? ഡിസ്കണ്ടിന്യൂസ് ആകുന്നു. ഇനി എഫ് ഓഫ് 2 കൂടെ വേണമെങ്കിൽ പരിശോധിക്കാം. എഫ് ഓഫ് ഇവിടെ വെച്ച് തന്നെ ഡിസ്കണ്ടിന്യൂസ് ആകുക നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നാലും നമുക്ക് എഴുതാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. എക്സ് ഈക്വൽ ടു 2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ 2x + 3 ആണ്. നമ്മുടെ എക്സിന് പകരം നമ്മൾ 2 കൊടുക്കുന്നു, എഫ് ഓഫ് 2. അപ്പോൾ 2 × 2 + 3 ഈക്വൽ ടു 7. അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 7 ആണ്.
ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ്, അവിടെ തന്നെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുന്നു. ഏത് പോയിന്റിലെ 2 ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അതിൻ്റെ കണ്ടിന്യൂറ്റി 2 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഇനിയും നമ്മൾ ഇനിയും ചെക്ക് ചെയ്യേണ്ട അനദർ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുന്ന ഒരു കേസ് കൂടി. അവിടെ കൂടെ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. Case 3, if C is any real number, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. ജനറലായിട്ട് നമ്മൾ C എന്നാണ് എടുത്തേക്കുന്നത്. C is any real number and C greater than 2. C greater than 2 ലിമിറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ടു C f of x കാണുകയാണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു C, ഇവിടെ C greater than 2, അതായത് C greater than 2 എന്ന് പറഞ്ഞാൽ x greater than 2 അതാണ് f of x എന്ന് പറയുന്നത് 2x minus 3 ആണ്. 2x minus 3. x equal to c എന്ന് ഫസ്റ്റ് കൊടുക്കുന്നു, ലിമിറ്റ് കൊടുക്കുന്നു 2c minus 3. അപ്പം ലിമിറ്റ് കാണുമ്പോൾ 2c minus 3. അവിടെ x greater than 2 ആകുന്ന f of x എന്താണ്? f of x നമുക്ക് അവിടെ 2x minus 3 ആണ് അവിടുത്തെ ഫംഗ്ഷൻ. അവിടെ എക്സിന് പകരം c വാല്യൂ ഇട്ട് കൊടുക്കുന്നു. അവിടെ സിയുടെ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദി പോയിന്റ് c 2c minus 3 എന്നാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ദാറ്റ് ഈസ് എഫ് ഈസ് കണ്ടിന്യൂസ് at all points at which x greater than 2 ആകുന്ന എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ റിയൽ ലൈനിലുള്ള എല്ലാ പോയിന്റിനും ഫംഗ്ഷൻ ഏത് പോയിന്റ് ഒഴികെ റിയൽ ലൈൻ വരയ്ക്കണേ 2-ൻ്റെ ലെഫ്റ്റ് സൈഡിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. 2-ൻ്റെ റൈറ്റ് സൈഡിലും കണ്ടിന്യൂസ് ആണ്. ഏത് പോയിന്റിൽ മാത്രം കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു 2-ൽ. അപ്പം കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുമ്പോൾ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. എഴുതണം എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2-ൽ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു. അപ്പം നമ്മളിത് ഡെഫിനിഷൻ യൂസ് ചെയ്താണ് ചെയ്തത്. ഇതിൻ്റെ ഗ്രാഫിക്കലായിട്ട് നമ്മൾ ജിയോജിബ്ര വിൻഡോ ഉപയോഗിച്ച് നമുക്ക് കാണിക്കാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇത് തന്നെ ഡിസ്കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ചെയ്യുന്ന അതേ മെത്തേഡ് ഇതൊക്കെ തന്നെയാണ്. ഈ ഡെഫിനിഷൻ ഉപയോഗിച്ച് ഇത് എല്ലാ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും find all points of discontinuity of f of x equal to 2x plus 3x when x less than or equal to 2 and 2x minus 3x greater than 2. From this graph we can see that we cannot draw the graph without left in the pen. This graph has a break at x equal to 2. When x equal to 2 is a point of discontinuity. We can check whether the function is discontinuous or not when x less than 2. Check whether the function is continuous or not when x greater than 2. Check whether the function is continuous or not when x equal to 2. When x equal to 2, the value of h decreases from 1 to 0. The value of h decreases from 1 to 0, then f of 2 equal to 7. Limit x tended to 2 minus f of x equal to 7. Limit x tended to 2 plus f of x equal to 1. And x equal to 2 is a point of discontinuity of f. Okay. ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും തന്നിരിക്കുന്ന ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ മോഡ് എക്സ്. If x less than 0 equal to minus 1 if x greater than or equal to 0. അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ അറിയാം എഫ് ഓഫ് എക്സ് എക്സ് ഡിവൈഡ് ബൈ മോഡ് എക്സ്. ഈ മോഡ് എക്സിൻ്റെ വാല്യൂ മോഡ് എക്സിന് രണ്ട് വാല്യൂ ഉണ്ട്. മോഡ് എക്സ് ഈക്വൽ ടു പ്ലസ് എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന്
ഇതിനൊന്ന് റിലേറ്റ് ചെയ്ത് എഴുതാം ഫംഗ്ഷനെ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് ലെസ് ദാൻ 0 ആകുന്ന കേസിൽ മോഡ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ്. അപ്പം മൈനസ് എക്സും എക്സും ക്യാൻസലായി പോയി -1. അവിടെ എക്സ് ലെസ് ദാൻ 0. അപ്പം ഈ കേസിൽ നമുക്കിതിനെ ഫംഗ്ഷനെ ഒന്ന് റിലേറ്റ് ചെയ്ത് എഴുതിയാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 എക്സ് ലെസ് ദാൻ 0 ആകുന്ന കേസിൽ -1 ആണ്. ഈക്വൽ ടു -1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുന്ന കേസിലും -1 ആണ്. അപ്പോൾ എല്ലാ പോയിന്റും ആദ്യം നമ്മൾ നോക്കേണ്ടത്, അപ്പം എല്ലാ പോയിന്റിലും എഫ് ഈസ് ഡിഫൈൻഡ് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദി റിയൽ ലൈനിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ? ആണ്. കാരണം എന്താണ്? കാരണം 0യുടെ എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുമ്പോൾ 0യുടെ ലെഫ്റ്റ് സൈഡിലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 0യുടെ റൈറ്റ് സൈഡിൽ എല്ലാ പോയിന്റിലും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എക്സ് ഈക്വൽ ടു 0യിലും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ എഫ് ഈസ് ഡിഫൈൻഡ് അറ്റ് എവരി പോയിന്റ് ഇൻ ദി റിയൽ ലൈൻ. മുമ്പ് ആദ്യം നമ്മളത്തെ ആ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമുക്കെടുക്കാം. 3 കേസസാണ് ഇവിടെയും വരുന്നത്. കേസ് 1, സി ഈസ് എനി പോയിന്റ് ഇൻ ദിസ് റിയൽ ലൈൻ. സി ഈസ് എനി പോയിന്റ്. ജനറലായിട്ട് നമ്മൾ അങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് റിയൽ ലൈൻ. കണ്ടീഷന് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആ പോയിന്റ് സി ലെസ്, ഇവിടെ 0 എന്നുള്ള പോയിന്റാണ് നമുക്ക്. അപ്പോൾ സി ലെസ് ദാൻ 0. less than 0. അപ്പോൾ C is any point in the real line such that C less than 0 ആകുന്ന f of x പരിഗണിക്കുക. അപ്പോൾ f of x equal to, അപ്പോൾ നമ്മൾ ഫംഗ്ഷനെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യുന്നതിൽ ലിമിറ്റ് x ടെൻഡ് ടു c f of x കാണും. സിയുടെ കേസ് C less than 0 ആകുന്ന f of x. ലിമിറ്റ് x ടെൻഡ് ടു C ലെസ് ദാൻ 0 ആകുന്ന എഫ് ഓഫ് എക്സ് ഏതായിരുന്നു? അവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -1 ഇഫ് സി ലെസ് ദാൻ 0, ഈക്വൽ ടു -1 ഇഫ് സി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ നമ്മുടെ ഫംഗ്ഷനെ ഒന്ന് റീറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ -1 എന്നാണ് കിട്ടിയത്. എക്സ് ബൈ മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ 0 ആകുന്ന കേസിൽ -1 ആണ്. അപ്പോൾ ഇവിടെ -1 എന്ന് കൊടുക്കുന്നു. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ആ കോൺസ്റ്റൻ്റ് ലിമിറ്റ് അത് എടുത്താലും അങ്ങനെ തന്നെ. അപ്പോൾ ഇനി എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. അവിടെ ആ കേസിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -1 ആണ്. എക്സിന് പകരം സി എന്നുള്ള വാല്യൂ കിട്ടും. എഫ് ഓഫ് സിയും -1. അപ്പോൾ നമുക്ക് എഴുതുന്നു ലിമിറ്റ് എക്സ് ടെൻഡ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് അറ്റ് എവരി പോയിന്റ്. ലിമിറ്റ് എക്സ് ടെൻഡ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടിയ ഇഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവരി പോയിന്റ്. Function is continuous at every point, at all points, such that c less than 0 ആകുന്ന എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് കിട്ടിക്കിട്ടും. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് എന്താണ്? കേസ് 2, C greater than or equal to 0 വരുന്നത്. C greater than or equal to 0. 0 നമുക്ക് ചെയ്യാം. C equal to 0. C equal to ആ പോയിന്റ്, നമ്മൾ ഒരു പോയിന്റ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് ആ പോയിന്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണുക. ആ രണ്ട് ഈക്വൽ ആണോ പരിശോധിക്കുക. അത് ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് 0യുടെ ഈക്വൽ ആണോ നോക്കിയാൽ മതി. അതിനായിട്ട് നമ്മൾ 0യുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണും. 0 മൈനസ് എഫ് ഓഫ് എക്സ്. നമ്മൾ റിയൽ ലൈനിൽ നമ്മൾ 0 എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ 0യുടെ എക്സ് അപ്രോച്ചസ് ടു 0 ഫ്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇറ്റ്സ് കോൾഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇറ്റ്സ് കോൾഡ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ദെൻ ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 മൈനസ് ഇവിടെ കൊടുക്കുക. ഇപ്പോൾ എക്സ് ടെൻഡ് ഇവിടെ 0 എന്ന് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ എഴുതുമ്പോൾ എക്സ് ലെസ് ദാൻ 0 അല്ല, സി ലെസ് ദാൻ 0. ഇവിടെ സി എന്ന് എടുത്തിരുന്നത് എക്സ് എന്ന്. എക്സ് ഗ്രേറ്റർ സിന് റിയൽ നമ്പർ നിങ്ങൾ എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ചെയ്യാം ഇഫ് എക്സ് ഇതാണ് ചിന്തനിക്കുന്നത്. അപ്പോൾ എക്സ് ടെൻസ് ടു 0, എക്സ് ടെൻ ടു 0 മൈനസ് എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് ലെസ് ദാൻ 0 ആകുന്ന എഫ് ഓഫ് എക്സ് കൊടുക്കണം.
പിന്നെ ലിമിറ്റ് കൊടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കൊടുത്താൽ മതി, ലിമിറ്റ് എക്സ് ടെൻഡ് 0 എന്ന് കൊടുത്താൽ മതി. മൈനസ് ഇടേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ സ്റ്റെപ്പ്. എക്സ് ലെസ് ദാൻ 0 ആകുന്ന എഫ് ഓഫ് എക്സ് എന്താണ്? മൈനസ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0യുടെ ലെഫ്റ്റ് നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ്റെ വാല്യൂ മൈനസ്. എഫ് ഓഫ് ലിമിറ്റ് എക്സ് ടെൻഡ് 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1 എന്ന് കിട്ടിയിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻഡ് 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻഡ് 0 എന്നും കൊടുത്താൽ മതി. ഇവിടെ 0 പ്ലസ് ഇടണ്ട. പക്ഷേ എക്സ് ടെൻഡ് 0 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് മൈനസ് ഈക്വൽ ടു. ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. അവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -1. എക്സിന് 0 ഇട്ട് കൊടുക്കുന്നു. 0യിലാണല്ലോ എഫ് ഓഫ് 0യും മൈനസ്. ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ്. LH ഇസ് ഈക്വൽ ടു RH എഫ് ഓഫ് ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പം നമുക്ക് ഇങ്ങനെ എടുത്തെഴുതാം. ലിമിറ്റ് എക്സ് ടെൻഡ് 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ് 0 പ്ലസ് എഫ് ഓഫ് എക്സ്. 0യുടെ ലെഫ്റ്റ് ലിമിറ്റും 0യുടെ റൈറ്റ് ലിമിറ്റും ഈക്വലായി. അത് ഫംഗ്ഷൻ്റെ 0 ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് പോയിൻറ്റ് 0 അതെല്ലാം ഈക്വലായി. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ്. അപ്പോൾ അതുകൊണ്ട് എഴുതണം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു. ഇതുകൂടി എഴുതണം. ഇനി ഒരു കേസ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. കേസ് 3 സി ഗ്രേറ്റർ ദാൻ 0. അപ്പം സി ഗ്രേറ്റർ ദാൻ 0. കേസ് 3 സി ഗ്രേറ്റർ ദാൻ 0. കേസ് 3 സി ഇഫ് സി ഗ്രേറ്റർ ദാൻ 0. സി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന എഫ് ഓഫ് എക്സ് വേണം എടുക്കാനായിട്ട്. അവിടെ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ് സി എഫ് ഓഫ് എക്സ് കാണാൻ പോവാണ്. ലിമിറ്റ് എക്സ് ടെൻഡ് സി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ് ടെൻഡ് സി എന്ന് പറഞ്ഞാൽ സി ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് -1. എക്സ് ടെൻഡ് സി -1. അവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസിൽ, അതായത് സി ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കേസിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ്. അവിടെ എക്സിന് പകരം സി എന്ന് പറയുന്ന വാല്യൂ ഇട്ടിരിക്കുന്നു. അപ്പോൾ സി സോൾസോ മൈനസ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻഡ് സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് സിയോട് ഈക്വൽ. ഇപ്പോൾ എഴുതാം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ്. എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെല്ലാ 3 കേസും നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു. ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയും കണ്ടിന്യൂസ് അല്ലാത്ത ഒരു പോയിന്റും നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലെസ് ദാൻ 0 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഗ്രേറ്റർ ദാൻ 0 കണ്ടിന്യൂസ് ആണ്, ഈക്വൽ ടു 0 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എല്ലാ ഈ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഴുതാം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ്. F is continuous at all points in the real line. F is continuous at all points in the domain of F എന്ന് എഴുതിയാലും എല്ലാ പോയിന്റ് ഡൊമൈൻ എഫിൽ എല്ലാം വരുന്നതുകൊണ്ട് അങ്ങനെ എഴുതിയാലും മതി. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. There is no discontinuity of F. No point of discontinuity. No point of discontinuity of F. ഗ്രാഫിൽ ഒരു പോയിന്റിലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകുന്നുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട്, ഗ്രാഫ് ഇതിനകത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഗ്രാഫ് കാണിക്കണമെന്നില്ല. ഇനി ഗ്രാഫ് അതിനിപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഗ്രാഫാണ് തന്നിട്ട് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനൊക്കെ പറയുകയാണെങ്കിൽ അതുകൂടെ മനസ്സിലാകാനായിട്ട് തരുവാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഗ്രാഫ് തന്നിട്ടാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ജിയോജിബ്ര വിൻഡോ ഉപയോഗിച്ച് ഇതിൻ്റെ ഗ്രാഫ് കൂടെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യും.
discuss the continuity of the function f of x equal to x divided by mod x when x less than 0, mod x equal to minus x when x less than 0. Then we can rewrite f of x equal to x divided by minus x. Cancelling x from numerator and denominator, then we get f of x equal to minus 1 x less than 0, and again f of x equal to minus 1 x greater than or equal to 0. f of x equal to minus 1 is a line passing through minus 1 which is parallel to x axis, and we can see that we can draw the graph of this function without lifting the pen. This graph is a continuous function. In this graph there is no break or jump in the entire domain of f, and we can check the continuity when x equal to 0, the value of h decreases from 1 to 0, then f of 0 is equal to minus 1, limit x tend to 0 minus f of x equal to minus 1, limit x tend to 0 plus f of x equal to minus 1, f of 0 is equal to minus 1, and the function is continuous this function is continuous at every point in the real line, so it is a continuous function.